നമസ്കാരം, ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. തൃശൂർ കുന്നംകുളം സംസ്ഥാനപാത പുറ്റേക്കരയിൽ ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. പാവറട്ടിയിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ജീസസ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. പുറ്റേക്കര 7ാം കല്ല് സെന്ററിന് സമീപത്താണ് ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. ബസ് ഡ്രൈവർ ഹസൻ, കണ്ടക്ടർ ഷാഹുൽ, മറ്റം സ്വദേശികളായ രാജേഷ് കുമാർ, രാമകൃഷ്ണൻ, മകൻ ദീപു, മഴുവഞ്ചേരി സ്വദേശികളായ ശങ്കരൻകുട്ടി, ജലീൽ, കൈപ്പറമ്പ് സ്വദേശി ഗോപിനാഥ്, തൂവാനൂർ ചിറപ്പറമ്പ് സ്വദേശി സതീഷ്, പുതുശ്ശേരി സ്വദേശി ആനന്ദ് കുമാർ, അന്യസംസ്ഥാന തൊഴിലാളികളായ സിക്കന്ദർ, പഞ്ചനായിക് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ എക്സ്, കേച്ചേരി, പറപ്പൂർ ബ്രാഞ്ചുകളുടെ ആംബുലൻസുകളിൽ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് തൃശൂർ കുന്നംകുളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പേരാമംഗലം പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തി മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. വേലൂർ കീഴ്ത്തണ്ടിലത്ത് നിന്ന് മാരക മയക്കുമരുന്നായ MDMA-യുമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തലക്കോട്ടുകര സ്വദേശി കറപ്പം വീട്ടിൽ 22 വയസ്സുള്ള നാസിൽ, കുന്നംകുളം വെസ്റ്റ് മങ്ങാട് പാക്കത്ത് വീട്ടിൽ 32 വയസ്സുള്ള പ്രജീഷ് എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 40 ഗ്രാം MDMA പിടിച്ചെടുത്തു. കീഴ്ത്തണ്ടിലത്തുള്ള വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഇവർക്ക് മയക്കുമരുന്ന് കച്ചവടമുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ലഹരിവിരുദ്ധ സ്ക്വാഡിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. വ്യാഴാഴ്ച രാത്രി 11:30 പോലീസ് കീഴ്ത്തണ്ടിലത്തുള്ള വീട്ടിൽ മിന്നൽ പരിശോധന നടത്തിയാണ് ഇവരെ പിടികൂടിയത്. പ്രതികളെ പിന്നീട് എരുമപ്പെട്ടി പോലീസിനെ കൈമാറി. വിദേശത്തായിരുന്ന നാസിൽ 2 മാസം മുമ്പാണ് നാട്ടിലെത്തിയത്. വേലൂരിൽ ജ്വല്ലറിയിൽ മോഷണം. വേലൂർ മേക്കാട്ടുകുളം വീട്ടിൽ ഫ്രാൻസിയുടെ ഉടമസ്ഥതയിലുള്ള ജോസൺസ് ഫാഷൻ ജ്വല്ലറിയിലാണ് വ്യാഴാഴ്ച രാത്രി 8:30 മോഷണം നടന്നത്. വേലൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രവർത്തിക്കുന്ന ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണം എടുക്കുവാനെന്ന വ്യാജേന മാസ്ക് ധരിച്ചെത്തിയ അജ്ഞാതനായ യുവാവ് 3 പവന്റെ താലിമാല ആവശ്യപ്പെടുകയും മാല നൽകിയപ്പോൾ അത് കഴുത്തിലിട്ട് ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങി ഓടുകയുമായിരുന്നു. ജ്വല്ലറി ഉടമ പുറകിൽ ഓടിയെങ്കിലും ഇയാൾ കുറച്ചകലെ നിർത്തിയിരുന്ന മറ്റൊരാളുടെ ബൈക്കിന് പിറകിൽ കയറി രക്ഷപ്പെട്ടു. ബൈക്ക് ഓടിച്ചിരുന്ന ആൾ ഉൾപ്പെടെ 2 പേരാണ് മോഷ്ടാക്കൾ. എരുമപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രാത്രി പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു. പൊതുജനത്തിന്റെയും പോലീസിന്റെയും അനാവശ്യമായ അലച്ചിലും കാത്തിരിപ്പുമാണ് ഇതോടെ ഒഴിവാകുന്നത്. പോസ്റ്റ്മോർട്ടത്തിനായി ദിവസവും രാത്രി 7 മണിവരെ മോർച്ചറിയിൽ മൃതദേഹങ്ങൾ സ്വീകരിക്കും. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി 7-നകം ലഭിക്കുന്ന മൃതദേഹങ്ങൾ അന്നുതന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുനൽകുമെന്ന് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഹിതേഷ് ശങ്കർ അറിയിച്ചു. പൊതുജനങ്ങൾക്ക് ആവശ്യമെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിൽ മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ 6 കോൾഡ് ചേമ്പറുകൾ ഒഴിച്ചിടും. രാത്രി പോസ്റ്റ്മോർട്ടം ഏർപ്പെടുത്തിയതിൻ്റെ ഭാഗമായി ജീവനക്കാർക്ക് രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെയും തുടർന്ന് രാത്രി 8 വരെയുമായി 2 ഷിഫ്റ്റുകൾ ഏർപ്പെടുത്തി. 3 ജീവനക്കാരെ കൂടി അധികമായി ഫോറൻസിക് വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കാവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആരംഭിച്ചതു മുതൽ വൈകിട്ട് 4 മണി വരെ മാത്രമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നത്. മോർച്ചറി പരിസരത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും രാത്രി വെളിച്ചം ഉറപ്പുവരുത്തുന്നതിനും നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:45 ഗുരുവായൂർ പോലീസ് എത്തിച്ച ഒരു മൃതദേഹം രാത്രി പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കുന്നംകുളത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടിച്ചെടുത്തു. കുന്നംകുളം പാറയിൽ റോഡിൽ പ്രവർത്തിക്കുന്ന SG സ്റ്റോഴ്സ് എന്ന മൊത്തവിതരണ സ്ഥാപനത്തിൽ നിന്നാണ് 4 ചാക്കുകളിലായി സൂക്ഷിച്ച 5000-ലധികം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ കടയുടമ പഴഞ്ഞി സ്വദേശി ചാക്കോച്ചന് പോലീസ് നോട്ടീസ് നൽകി. പാലക്കാട്ട് നിന്ന് ഗുരുവായൂരിലേക്ക് വിവാഹ സംഘവുമായി എത്തിയ വാഹനത്തിന്റെ ഡ്രൈവർ കുഴഞ്ഞു വീണു മരിച്ചു. പാലക്കാട് തേങ്കുറിശ്ശി മാനാക്കുളമ്പ് ഹരിശ്രീയിൽ 58 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. ബുധനാഴ്ച രാത്രിയാണ് വിവാഹ സംഘം ഗുരുവായൂരെത്തിയത്. വ്യാഴാഴ്ച രാവിലെ താലികെട്ട് കഴിഞ്ഞ് വിവാഹ സംഘത്തിലുള്ളവർ
മണികണ്ഠനെ ഫോണിൽ വിളിച്ചു. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ മണികണ്ഠൻ കുഴഞ്ഞു വീഴുകയായിരുന്നു. പിന്നീട് ഫോണിൽ കിട്ടാതായപ്പോൾ മണികണ്ഠനെ അന്വേഷിച്ച് വിവാഹ സംഘം വണ്ടി നിർത്തിയിരുന്ന തെക്കേ നടയിലേക്കെത്തി. അപ്പോഴേക്കും നാട്ടുകാർ നഗരസഭയുടെ ആംബുലൻസിൽ മണികണ്ഠനെ ദേവസ്വം ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മണിയമ്മ, ഭാര്യയും ഹരീഷ്, ഹരിത എന്നിവർ മക്കളുമാണ്. കുന്നംകുളം നഗരസഭയിലെ 28-ാം വാർഡ് ചെമ്മണ്ണൂർ സൗത്ത് പടുത്താംകുളങ്ങര റോഡ് കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ഷീജ ഭരതൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പ്രിയ സജീഷ്, സിന്ധു മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്മണ്ണൂർ സൗത്ത് മേഖലാ നിവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു കുടിവെള്ള പദ്ധതി. 15.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. പൊന്നോണക്കാലം ആഘോഷമാക്കി നാട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റു കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും വർണ്ണാഭമായ ഓണാഘോഷ പരിപാടികൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. കടവല്ലൂർ കരിക്കാട് അല്ലമീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മഹാത്മാ അയ്യൻകാളി ജയന്തിയും ഓണാഘോഷവും നടത്തി. സ്കൂൾ അങ്കണത്തിൽ നടന്ന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മാനേജർ അബു മുസ്ലിയാർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ജമാൽ കരിക്കാട് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ചേർന്ന് അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. ആഘോഷങ്ങൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ നാസർ, അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൽ ഖനി, വൈസ് പ്രിൻസിപ്പൽ രജനി തുടങ്ങിയവരും PTA അംഗങ്ങളും നേതൃത്വം നൽകി. വയലത്തൂർ സീക്രട്ട് ഹാർട്ട് കോൺവെന്റ് LP സ്കൂളിൽ മാവേലി മന്നനും മലയാളി മക്കന്മാർക്കുമൊപ്പം കുട്ടികൾ ഓണാഘോഷത്തിൽ പങ്കുചേർന്നു. പൂക്കളം, ഓണപ്പാട്ടുകളും വള്ളംകളിയും പുലിക്കളിയും മെഗാ തിരുവാതിരയും ഐതിഹ്യാവതരണവും ഉണ്ടായിരുന്നു. PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആവേശകരമായ ഉറിയടി മത്സരം നടത്തി. വിജയികൾക്ക് വാർഡ് മെമ്പർ പ്രീതി ബാബു സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. PTA കമ്മിറ്റി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തും ആയുഷ് ആയുർവേദ ഹോമിയോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി. കിഴക്കുമുറി പകൽ വീട്ടിൽ നടത്തിയ ക്യാമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് മെമ്പർമാരായ ഹരിദാസൻ, TS മണികണ്ഠൻ, പഞ്ചായത്ത് അംഗങ്ങളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, വാർഡ് മെമ്പർ പ്രമീള രാജൻ എന്നിവർ സംസാരിച്ചു. ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഖിൽ ജോസ് ഫ്രാൻസിസ്, ആയുർവേദ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ശബ്ന കൃഷ്ണൻ, ഡോക്ടർ സീന SKM എന്നിവർ രോഗികളെ പരിശോധിച്ച് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പഴഞ്ഞി CHCയുടെ നേതൃത്വത്തിൽ രക്തസമ്മർദ്ദം, രക്തപരിശോധന എന്നിവയും നടത്തി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പുന്നയൂർക്കുളം വെസ്റ്റ് മേഖലാ സമ്മേളനം അണ്ടത്തോട് VP മാമു സ്മാരക ഹാളിൽ നടത്തി. മുതിർന്ന അംഗം ബേബി കളരിക്കൽ പതാക ഉയർത്തി. ജില്ലാ കമ്മിറ്റി അംഗം KB സുധ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം പ്രീജ ദേവദാസ്, ചാവക്കാട് ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി, ഏരിയ കമ്മിറ്റി അംഗം ജാസ്മിൻ ഷഹീർ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ 23 അംഗ കമ്മിറ്റിയെയും 11 അംഗ എക്സിക്യൂട്ടീവും തെരഞ്ഞെടുത്തു. മേഖലാ സെക്രട്ടറിയായി K ഷിബിന, പ്രസിഡന്റ് സുജിന യൂസഫ്, ട്രഷറർ ബുഷറ നൌഷാദ് എന്നിവരെ തെരഞ്ഞെടുത്തു. PKS കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി സ്മൃതിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. തെക്കേപ്പുറം തയ്യൽ അപ്പു നഗറിൽ നടന്ന പരിപാടികൾ CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് ഉദ്ഘാടനം ചെയ്തു. PKS ഏരിയ പ്രസിഡന്റ് PP സുനിൽ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി CG രഘുനാഥ്, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PM സുരേഷ്, PG ജയപ്രകാശ്, PKS ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ശശികല സുകുമാരൻ, MK സുകുമാരൻ, ലോക്കൽ സെക്രട്ടറി GK ജിന്നി, സൗമ്യ അനിലൻ, ശിവദാസൻ ചിത്രാംബരി, KA അസീസ് എന്നിവർ സംസാരിച്ചു. അയ്യങ്കാളിയുടെ 162-ാം ജന്മദിനാഘോഷം ദളിത് ഹ്യൂമൻ റൈറ്റ് മൂവ്മെന്റ് നേതൃത്വത്തിൽ നടത്തി. എരുമപ്പെട്ടി നെല്ലുവായി ധനന്വരി മണ്ഡപത്തിൽ സംവിധായകൻ ദിലീപ് നാരായണൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ഏഷ്യ ഇന്റർനാഷണൽ കൾച്ചറൽ അക്കാദമി ജേർണലിസം വിഭാഗത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് ഓണററി ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ ഷൈജു, എഴുത്തുകാരി ജീഷ്മ എന്നിവർക്ക് ദളിത് സാമൂഹ്യ പ്രവർത്തകൻ KV ബാബു പുരസ്കാരം സമ്മാനിച്ചു. പ്രസാദ് ഒല്ലൂർ അധ്യക്ഷത വഹിച്ചു. മണികണ്ഠൻ പതിയാരം സ്വാഗതവും സുധാകരൻ കുട്ടഞ്ചേരി നന്ദിയും പറഞ്ഞു. ദിവിൻ ഗുരുവായൂർ നേതൃത്വം നൽകി. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.